എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു PSC ആസ്പിറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ PSC റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഞാൻ പഠിക്കാൻ കരുതി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ നോട്ട്സ്. പിന്നെ ഒരു കാര്യം, ഈ ഒരു നോട്ടെന്ന് പറയുന്നത് നമുക്ക് തൊഴിൽ വാർത്തയിലൂടെ കിട്ടുന്ന നോട്ടുകളാണ് ഞാനിതിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്ന സമയം ജസ്റ്റ് അത് വീഡിയോ ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് അല്ലെങ്കിൽ ആ ഒരു നോട്ട്, ഇപ്പോൾ തൊഴിൽ വാർത്തയുടെ നോട്ട് ഞാനിങ്ങനെ ഒരു നോട്ട് മാതിരി ഒരാൾ നമുക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന പോലെ ഞാനിങ്ങനെ നോട്ട് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതർവൈസ് ഞാനിങ്ങനെ ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു വീഡിയോ ഒരു പോർഷൻ്റെ മാത്രം, ഞാൻ പഠിക്കുന്ന അത്രയും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ടോപ്പിക് വൈസ് മാത്രം. അതും ആ കുഞ്ഞു ബുക്കാണെങ്കിലും ശരി തന്നെ, അത് നമുക്ക് തൊഴിൽ വാർത്തയിലൂടെ കിട്ടുന്നതാണ് ആ കുഞ്ഞു ബുക്ക്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ വനിതാ കമ്മീഷനെ കുറിച്ചുള്ള ഒരു നോട്ടാണ്. അത് നമുക്ക് ഈ ഒരു തൊഴിൽ വാർത്തയുടെ സപ്ലിമെൻ്റായ ആ കുഞ്ഞു വിന്നറിൽ നിന്ന് കിട്ടിയൊരു നോട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ PSC പഠിക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു നോട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. വനിതാ കമ്മീഷൻ നിയമങ്ങൾ. രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിൻ്റെയും മറ്റ് അധികാരികളുടെയും ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ്. വർഷങ്ങളായി രാജ്യത്തെ സ്ത്രീകളുടെ ക്ഷേമത്തിനായി ഗവൺമെൻറ് നിരവധി കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുന്നതിനുമായി ദേശീയ തലത്തിൽ ഒരു കമ്മീഷൻ ഉണ്ടാകണമെന്ന് ആവശ്യത്തെ തുടർന്ന് നിലവിൽ വന്ന നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990 അഥവാ ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് കേരള വിമൻസ് കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പരാതികൾ പരിഹരിക്കുന്നതിനും സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുന്നതിനുമായി നിരീക്ഷണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനും സ്ത്രീകൾക്കായി ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ സ്ത്രീകളുടെ നില സംബന്ധിച്ച കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. വനിതകൾക്കായുള്ള ദേശീയ വീക്ഷണ പദ്ധതി നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ വുമൺ 1988-2000 ഉൾപ്പെടെയുള്ള കമ്മിറ്റികളും കമ്മീഷനുകളും പദ്ധതികളും സ്ത്രീകൾക്കായി ഒരു അപ്പെക്സ് ബോഡി രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടി. 1990കളിൽ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്മീഷന്റെ ഘടന, പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ മുതലായവ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഏജൻസികൾ, സാമൂഹ്യ പ്രവർത്തകർ, വിദഗ്ധർ എന്നിവരുമായി കൂടിയാലോചനകൾ നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1990 മെയ്യിൽ ഒരു ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 1990 ജൂലൈയിൽ ബില്ലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായി മാനവ വിഭവശേഷി മന്ത്രാലയം ഒരു ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചു. 1990 ഓഗസ്റ്റിൽ സർക്കാർ നിരവധി ഭേദഗതികൾ ഇതിൽ കൊണ്ടുവരികയും കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ അധികാരം നൽകുന്നത് അടക്കമുള്ള പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കുകയും ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായ ബില്ലിന് 1990 ഓഗസ്റ്റ് 30 രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചു. 1990 20ാം നമ്പർ ആക്ടായി നിയമം നിലവിൽ വന്നു. നിയമത്തിൽ 5 അധ്യായങ്ങളായി 17 വകുപ്പുകളാണ് ഉള്ളത്. നിയമത്തിലെ 2ാം അധ്യായത്തിലെ 3 മുതൽ 9 വരെയുള്ള വകുപ്പുകൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ചും, 3ാം അധ്യായം കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും, 4ാം അധ്യായം ധനകാര്യം, അക്കൗണ്ടുകളും ഓഡിറ്റും സംബന്ധിച്ച വിവരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ. നിയമത്തിലെ 3ാം വകുപ്പാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ നിയമത്തിനു കീഴിൽ അതിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനുമായാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന സ്ത്രീകളുടെ വിഷയത്തിലെ പ്രതിബദ്ധതയുള്ള ചെയർപേഴ്സൺ, നിയമനിർമ്മാണം, ട്രേഡ് യൂണിയനിസം എന്നിവയടക്കമുള്ള മേഖലകളിൽ നിന്നും കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന 5 അംഗങ്ങൾ എന്നിവർ അടങ്ങിയതാണ് കമ്മീഷൻ.
ഇതിൽ ചുരുങ്ങിയത് ഒരംഗമെങ്കിലും യഥാക്രമം പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളിൽ നിന്ന് ഉള്ളവരായിരിക്കണം. മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സോഷ്യോളജിക്കൽ മൂവ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള വ്യക്തികളെയോ കേന്ദ്ര ഗവൺമെന്റ്, സിവിൽ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യൻ സർവീസ് എന്നിവയിൽ ഉചിതമായ പരിചയമുള്ള വ്യക്തിയെയോ കേന്ദ്ര ഗവൺമെന്റിനു മെമ്പർ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യാം. നിയമത്തിലെ 4 വകുപ്പ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയും സേവന വേതന വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. 3 വർഷത്തിൽ കവിയാത്ത കാലമാണ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി. ഇവർക്ക് കേന്ദ്ര സർക്കാരിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്ത് മുഖേന ഏത് സമയത്തും ഔദ്യോഗിക സ്ഥാനം രാജിവെക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ സദാചാര ദുർനടപ്പ് ഉൾപ്പെടുന്ന കുറ്റം ചെയ്യുന്നതിനും കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷിക്കപ്പെടുകയോ നിർദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയോ മാനസികമായി സമനില തെറ്റിയെന്ന് കോടതി പ്രഖ്യാപിക്കുകയോ കമ്മീഷനിൽ നിന്ന് അനുമതിയില്ലാതെ തുടർച്ചയായ 3 യോഗങ്ങളിൽ ഹാജരാകാതിരിക്കുകയോ മറ്റോ ചെയ്യുന്ന വ്യക്തികളെ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാവുന്നതാണ്. ദേശീയ വനിതാ കമ്മീഷന് കീഴിൽ പ്രധാനമായും 13 സെല്ലുകളാണ് ഉള്ളത്. കംപ്ലയൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സെൽ, ലീഗൽ സെൽ, പോളിസി മോണിറ്ററിംഗ് ആൻഡ് റിസർച്ച് സെൽ, നോർത്ത് ഈസ്റ്റ് സെൽ, നോൺ റെസിഡന്റ് ഇന്ത്യൻ സെൽ, സൈക്യാട്രിക് കസ്റ്റഡിയൽ ഹോം റിഫോം സെൽ, കപ്പാസിറ്റി ബിൽഡിംഗ് സെൽ, വിമൻ സേഫ്റ്റി സെൽ, വിമൻ വെൽഫെയർ സെൽ, RDI സെൽ, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് സെൽ, മീഡിയ മാനേജ്മെന്റ് അടക്കമുള്ള പബ്ലിക് റിലേഷൻസ് സുവോ മോട്ടു സെൽ എന്നിവയാണിവ. ഈ കമ്മീഷന്റെ കടമകൾ. നിയമത്തിലെ 10ാം വകുപ്പാണ് ദേശീയ വനിതാ കമ്മീഷന്റെ കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ വകുപ്പിൽ A മുതൽ N വരെ സബ് സെക്ഷനുകളായി 14 കടമകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത് ദേശീയ വനിതാ കമ്മീഷന്റെ കടമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയും മറ്റു നിയമങ്ങളിലും സ്ത്രീകളുടെ സംരക്ഷണത്തിനായി പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പരിശോധിച്ച് അന്വേഷണം നടത്തുകയും ഇത്തരം അന്വേഷണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക. സ്ത്രീകളുടെ സാഹചര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നൽകുക. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെയും മറ്റു നിയമങ്ങളിലെയും വകുപ്പുകൾ കാലാകാലങ്ങളിൽ പുനഃപരിശോധന നടത്തി ഏതെങ്കിലും പഴുതുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ആവശ്യമായ ഭേദഗതികൾ വരുത്തുക. സ്ത്രീകളുടെ അവകാശങ്ങളുടെ ലംഘനം, സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിൽ വരാതിരിക്കൽ, സ്ത്രീകൾക്ക് ആശ്വാസവും സംരക്ഷണവും നൽകുന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കാതിരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിച്ച് സ്വമേധയാ ഉചിത നടപടിക്കായി അധികാര സ്ഥാപനങ്ങളുടെ മുൻപാകെ എത്തുക. വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് ഗവേഷണം നടത്തുകയും അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിനായുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുത്ത് ഉപദേശങ്ങൾ നൽകുക. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള സ്ത്രീകളുടെയും ഉന്നമന പ്രവർത്തനങ്ങളുടെ വളർച്ചയെ കുറിച്ച് വിലയിരുത്തുക. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന കേസ് നടത്താനുള്ള ധനസഹായം നൽകുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരിന് കാലാകാലങ്ങളെ റിപ്പോർട്ട് നൽകുകയും ചെയ്യുക. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും, പ്രത്യേകിച്ച് സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്യുന്നതല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിച്ചാണോ അവയെക്കുറിച്ചും ആനുകാലിക റിപ്പോർട്ടുകൾ സർക്കാരിനോ നൽകുക. ജയിലോ റിമാൻഡ് ഹോമോ, സ്ത്രീകളെ തടവുകാരായോ മറ്റു വിധത്തിലോ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളോ പരിശോധിപ്പിക്കുകയോ ചെയ്യുകയും ആവശ്യമെന്നു കണ്ടാൽ പരിഹാര നടപടികളുമായി ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളെ അറിയിക്കുകയും ചെയ്യുക. മറ്റു പ്രധാന വകുപ്പുകൾ. നിയമത്തിലെ 11ാം വകുപ്പ് പ്രകാരം ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യമെന്ന് തോന്നുന്ന തുക ഗ്രാന്റായി കേന്ദ്ര സർക്കാരിന് നൽകാവുന്നതും ഇപ്രകാരം ഗ്രാന്റായി കിട്ടിയ തുക അനുയോജ്യമായ ആവശ്യങ്ങൾക്കായി ചെലവാക്കാവുന്നതുമാണ്. നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം കമ്മീഷൻ ഉചിതമായ അക്കൗണ്ടുകളും പ്രസക്തമായ മറ്റു റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടതും ഭാരതത്തിന്റെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ആലോചിച്ച് കേന്ദ്ര സർക്കാർ നിർണ്ണയിക്കുന്ന ഫോമിൽ അക്കൗണ്ടുകളുടെ വാർഷിക സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടതുമാണ്. കമ്മീഷൻ എല്ലാ സാമ്പത്തിക വർഷവും അതിൻ്റെ തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷത്തിലെ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ കാണിക്കുന്ന ഒരു വാർഷിക സ്റ്റേറ്റ്മെന്റ് നിയമത്തിലെ 13ാം വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാരിന് അയച്ചു നൽകേണ്ടതാണ്.
നിയമത്തിലെ 16-ാം വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ സ്ത്രീകളെ സംബന്ധിച്ച് നയപരമായ മുഖ്യ വിഷയങ്ങളിലെല്ലാം കമ്മീഷനുമായി കൂടിയാലോചന നടത്തേണ്ടതാണ്. അടുത്ത കേരള വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ നിയമാനുസൃതമായി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ 1990 തയ്യാറാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയുടെ മാർഗനിർദ്ദേശത്താലും നിയമവിദഗ്ധരായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി എന്നിവരുടെ നിയമസഹായത്താലും മറ്റു വനിതാ സംഘടനകളുടെ നിർദ്ദേശങ്ങളിലുമാണ് ബില്ല് തയ്യാറാക്കിയത്. 1990 മുതൽ 95 വരെയുള്ള 5 വർഷക്കാലം സമ്മതം ലഭിക്കാതെയിരുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1995 ഓഗസ്റ്റ് 22-നാണ്. 1995 സെപ്റ്റംബർ 15-നാണ് നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത്. 1995 ഡിസംബർ 1 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ 1996 മാർച്ച് 14-ന് ആദ്യ വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. അടുത്ത കേരള വനിതാ കമ്മീഷൻ നിയമം. 1995-ലെ 17-ാം ആക്ട് നിലവിൽ വന്ന കേരള വനിതാ കമ്മീഷൻ നിയമം കേരളത്തിലെ സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകളെ ബാധിക്കുന്ന നീതിരഹിതമായ നടപടികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുമായി ഒരു വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമമാണ്. കേരള വനിതാ കമ്മീഷൻ നിയമത്തിൽ 28 വകുപ്പുകളാണുള്ളത്. നിയമത്തിലെ 2-ാം വകുപ്പ് പ്രധാന നിർവചനങ്ങളെക്കുറിച്ചും 5-ാം വകുപ്പ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ചും 14-ാം വകുപ്പ് വനിതാ സംഘടനകളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ചാണ് നിയമത്തിലെ അവസാന വകുപ്പായ സെക്ഷൻ 28 പ്രതിപാദിക്കുന്നത്. അടുത്ത് സംസ്ഥാന വനിതാ കമ്മീഷൻ. നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരം സർക്കാർ നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണും 4-ൽ കൂടുതൽ അല്ലാത്ത മറ്റംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ടതും അവരിൽ ഒരാൾ പട്ടികജാതിയോ പട്ടികവർഗത്തിലോ പെടുന്ന ഒരു വനിതയായിരിക്കുകയും വേണം. ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തി സ്ത്രീകളുടെ കാര്യങ്ങൾക്കായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വേണ്ടത്ര അറിവും പ്രായോഗിക പരിജ്ഞാനവുമുള്ള ഒരു വനിതയായിരിക്കണം. നിയമത്തിലെ 6-ാം വകുപ്പ് പ്രകാരം കമ്മീഷനിലെ ഓരോ അംഗവും 5 വർഷക്കാലത്തേക്ക് ഉദ്യോഗം വഹിക്കേണ്ടതാണ്. ഒരു അംഗത്തിന് സർക്കാരിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തന്റെ കൈപ്പടയിലുള്ള കത്ത് മുഖേന ഏത് സമയത്തും ഉദ്യോഗം രാജിവെക്കാവുന്നതുമാണ്. നിയമത്തിലെ 7-ാം വകുപ്പ് പ്രകാരം കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 കമ്മീഷന്റെ യോഗത്തിൽ ചെയർപേഴ്സണോ അവരുടെ അസാന്നിധ്യത്തിൽ ഹാജരായുള്ള അംഗങ്ങൾ ഈ ആവശ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരംഗമോ അധ്യക്ഷം വഹിക്കേണ്ടതാണ്. നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം കമ്മീഷൻ അതിന്റെ മുൻപാകെയുള്ള ഏതൊരു സംഗതിയുടെയും നടത്തിപ്പിന്റെ ആവശ്യത്തിനോ ഏതെങ്കിലും പ്രത്യേക വിഷയം സംബന്ധിച്ചോ കമ്മീഷനിൽ 2-ൽ കവിയാതെയുള്ള അംഗങ്ങളും കമ്മീഷന്റെ മുമ്പാകെ പ്രത്യേക വിഷയത്തിൽ 2-ൽ കവിയാതെയുള്ള വിദഗ്ധരും ഉൾക്കൊള്ളുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാവുന്നതാണ്. കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് സെക്ഷൻ 15-ലും കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ച് സെക്ഷൻ 16-ലും പ്രതിപാദിക്കുന്നു. സെക്ഷൻ 23 പ്രകാരം സർക്കാർ സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളെക്കുറിച്ചും കമ്മീഷനുമായി ആലോചിക്കേണ്ടതാണ്. സംസ്ഥാന കമ്മീഷന്റെ അധികാരങ്ങൾ. നിയമത്തിലെ 15-ാം വകുപ്പാണ് കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതുപ്രകാരം ഒരു വ്യവഹാരം വിചാരണ ചെയ്യുമ്പോൾ ഒരു സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അതേ അധികാരങ്ങൾ കമ്മീഷന് ഉണ്ടായിരിക്കുന്നതാണ്. ഏതൊരു സാക്ഷിയെയും സമൻസ് ചെയ്യുന്നതും അയാൾക്ക് ഹാജരാകുന്നത് നിർബന്ധിക്കുന്നതിനും അയാളെ വിസ്തരിക്കുന്നതിനും അധികാരമുണ്ട്. ഏതെങ്കിലും രേഖകൾ കണ്ടെടുക്കുന്നതിന് ഹാജരാക്കുന്നതിനും ആവശ്യപ്പെടുന്നതിനുമുള്ള അധികാരമുണ്ട്. സത്യവാങ്മൂലത്തിന്മേൽ തെളിവും സ്വീകരിക്കുന്നതിനും സാക്ഷികളെ വിസ്തരിക്കുന്നതിനും കമ്മീഷൻ പുറപ്പെടുവിക്കുന്നതിനും അധികാരമുണ്ട്. ഏതെങ്കിലും പബ്ലിക് ഓഫീസിൽ നിന്നും ഏതെങ്കിലും പബ്ലിക് റെക്കോർഡുകളോ അവരുടെ പകർപ്പുകളോ കമ്മീഷന് ആവശ്യപ്പെടാവുന്നതാണ്. റിലേറ്റഡ് ചോദ്യങ്ങളാണ് മാതൃകാ ചോദ്യങ്ങൾ. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമംഗള. എന്നാൽ കേരള വനിതാ കമ്മീഷന്റെ വാർത്താപത്രികയുടെ പേരെന്താണ്? സ്ത്രീശക്തിയാണ്. കേരള വനിതാ കമ്മീഷന്റെ വാർത്താപത്രികയുടെ പേരാണ് സ്ത്രീശക്തി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? ആൻസർ ജയന്തി പട്നായിക്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1992 ജനുവരി 31 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരി? ആൻസർ സുഗതകുമാരി.
ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആരാണ്? അലോക് റാവത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 തവണ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പദവി അലങ്കരിച്ച ആദ്യ വ്യക്തി ആര്? ആൻസർ ജസ്റ്റിസ് ഡി ശ്രീദേവി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ മെമ്പർ ആരാണ്? ആൻസർ നിർമ്മല വെങ്കടേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കെ രഹത്കർ. ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിൽ ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവിയിൽ ആക്ടിംഗ് ഉൾപ്പെടെ ഇരുന്നത് ആരാണ്? രേഖ ശർമ്മയാണ്. ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരം കമ്മീഷന്റെ ഒരു യോഗത്തിൽ ക്വാറം എത്രയാണ്? ആൻസർ 4. ആര് മുഖ്യമന്ത്രി ആയിരിക്കെയാണ് കേരളത്തിൽ ആദ്യത്തെ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? ആൻസർ എ കെ ആന്റണി.